ഹോല മിഗോസ് കൊമോ എസ്താൻ കുറച്ച് ആൾക്കാരെ വെച്ച് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ദിവസം മൊത്തം കാണിക്കാമെന്ന്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പത്രം ഇടാൻ ഇറങ്ങി. രാവിലെ തന്നെ ആണെങ്കിൽ പെരുമായി, അതുകൊണ്ട് നീച്ചാനും നേരം വൈകി, അതുകൊണ്ട് പത്രം ഇടാനും നേരം വൈകി. ഏകദേശം 6:30 ആയപ്പോഴാണ് പത്രം ഇടാൻ തുടങ്ങിയത്. അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോൾ നമ്മൾ പത്രം ഇട്ട് കഴിഞ്ഞു. അങ്ങനെ പത്രം ഇട്ട് കഴിഞ്ഞ ശേഷം നേരെ പോയി കുളിച്ച് ഫുഡ് കഴിക്കട്ടെ. തിന്നാനാണെങ്കിൽ ഇപ്പം ഇന്നലെ കൊടുന്നതിൻ്റെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ബാക്കി, അപ്പോൾ അതാണ് തിന്നത്. പിന്നെ തിന്ന ക്ഷീണത്തിലും പിന്നെ മയക്കല്ല, അതുകൊണ്ട് ചെറുതായിട്ട് ഉറക്കം വന്നു, അതുകൊണ്ട് ഒറ്റ കെടുത്തും. പിന്നെ നീച്ചത് 11:15 ആയപ്പോഴാണ്. ഞാൻ എപ്പോൾ ഉറങ്ങി നീച്ചാലും എൻ്റെ കോലം എങ്ങനെ അങ്ങനെ ഉറക്കപ്പിരാന്തിൽ മാറ്റി റെഡി ഹോസ്പിറ്റലിൽ പോകാനേ. മഴയാണ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ തന്നെ പനിയും ജലദോഷം ചുമയും എല്ലതും വന്നു. പോരാത്തിന് കാലിൻ്റെ മുട്ടിന് ചെറുതായിട്ടൊരു വേദന. പണ്ടും കണ്ടോ സൈക്കിൾ നിന്ന് വീണിൻ്റെ ബാക്കി വേദനയാണെന്ന് തോന്നുന്നത്. എത്തപ്പോൾ കാട്ടുക ആകെ 18 വയസ്സായിട്ടുള്ളൂ, അപ്പോത്തിന് ബോഡിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ലൂസ് ആവാൻ തുടങ്ങിയിരിക്കണം. അങ്ങനെ ടോക്കടൊക്കെ എടുത്ത് 110ാമത്തെ ടോക്കണാണ് നമ്മളെ. അവിടെ ആണെങ്കിൽ 85 ആയിട്ടുള്ളൂ. അങ്ങനെ അവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ച് ഇരുന്നിരുന്ന അവസാനം നമ്മളെ വിളിച്ച് അങ്ങനെ 2 മരുന്ന് ഒരു മുറിവെണ്ണൊക്കെ എഴുതി തന്ന് പറഞ്ഞയച്ച്. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മരുന്ന് വാങ്ങാനും വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഞാനൊരു ഔലിമിൽ കുടിച്ചാൽ പോയതാണ്. അപ്പോഴത്തേന് എൻ്റെ പേരൊക്കെ വിളിച്ച് കഴിഞ്ഞു. പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവസാനം മരുന്നും കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ചങ്ങായിൻ്റെ അപ്പോൾ ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക്ക സ്റ്റാൻഡ് വരെ പോയി. അങ്ങനെ പോയി വരുന്ന വയ്ക്കലാണെങ്കിൽ പെരും മഴ പെയ്ത്. മെസ്സേജൊക്കെ വന്ന് അലേർട്ടൊക്കെ വന്നേനെ, ഇങ്ങനെ ഭയങ്കര മഴയ്ക്ക് സാധ്യത ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി 2 ചായയും കുടിച്ചുകൊണ്ട് മഴ പറഞ്ഞപ്പോൾ നേരെ പെരീക്ക് വിട്ട് ഒരു ഡോക്ടറിനെ കാണിച്ചിറങ്ങിയതാണ് 12 മണിക്ക്. 4:30 ആയിപ്പോൾ. ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ തന്നെയാണ് പോയി. കറണ്ട് പോയി ഒന്നുമില്ല, വല്ലാത്തൊരു മഴയും. അങ്ങനെ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കിടന്നുറങ്ങി. ഞാൻ പനിയും ജലദോഷം ചുമയും പിടിച്ചാൽ പിന്നെ ആകെ സൈഡാവും, ഒന്നിനൊരു ഉന്മേഷമില്ല. അങ്ങനെ നീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ചോറും വേച്ച് തിന്നാനുള്ള മരുന്നും കുടിച്ച്. അടുത്തത് ഛർദിക്ക വരല്. അങ്ങനെ അതും കഴിഞ്ഞ് ഒറ്റൊരു കടുത്തം. അപ്പം ശരിയെന്നാ.